ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പ്രത്യേക സ്പെഷ്യൽ ഐറ്റംസാണ്. സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള ഐറ്റംസ് തന്നെ, പക്ഷേങ്കിൽ അതിനൊരു സ്പെഷ്യൽ ഒരു വെറൈറ്റി അതിനകത്തുണ്ട്. അത് നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടു നോക്ക്, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഡീലിങ്സ് എന്ന്. അപ്പോൾ അത് ഇത്തിരി ചൂടാവണം. അപ്പോൾ നമ്മൾ ദോശക്കല്ല് കുറച്ച് ചൂടാവണം, അല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഏകദേശം കല്ല് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി ചൂടാക്കാം. അപ്പോൾ കല്ല് നല്ല ചൂടാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം നടക്കൂ. പെട്ടെന്ന് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് അയിലയാണ്. അപ്പോൾ ആ അയില പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അത് പൊരിച്ചെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാണ്ട് സാധാരണ വീട്ടിൽ നമ്മൾ അയില പൊരിക്കും, പക്ഷേ അതല്ല ഇത്. ഇതിന് ചെറിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം എങ്ങനെ അത് മറിച്ചിടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും നോക്കണം. പരീക്ഷിക്കാൻ നോക്കണ്ട. പരീക്ഷിക്കാൻ നോക്കിയാൽ എല്ലാം നിലത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതെല്ലാം സൂക്ഷ്മമായ നിരീക്ഷണവും അതുപോലെ സൂക്ഷ്മമായ എക്സ്പീരിയൻസും അത് വേണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഏതായാലും കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒന്നെടുത്തിട്ട് നല്ല ചൂടുള്ള തിളക്കുന്ന എണ്ണയിൽ അങ്ങ് ഇട്ട് നോക്കാം. അപ്പോൾ അടുത്തത് 2, അടുത്തതും കൂടി ഇടുന്നുണ്ട്, പിന്നെ അടുത്തതും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അത്രയും മതി, നമുക്കത്രയും വേണ്ടു. അപ്പോൾ അത് മതി. അതിലിപ്പോൾ ഒരു 2-3 കൂടെ ബാക്കിയുണ്ട്. അതും കൂടി അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ട്. കണ്ടില്ലേ? ഓക്കെ, ഇത്രയാണ് സംഭവങ്ങൾ. അപ്പോൾ എണ്ണ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണ ആരും ഒഴിക്കണ്ട. കൊളസ്ട്രോളും കാര്യങ്ങളെല്ലാം ഉള്ള ആളുകൾ എണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ആവശ്യത്തിന് മാത്രം അതൊന്ന് പൊരിഞ്ഞ് വരാൻ വേണ്ടി മാത്രം ഒന്ന് എടുക്കുക. ഓക്കെ, അത് ഇപ്പോൾ കാണിച്ചത് എന്താണെന്ന് മനസ്സിലായിനാ? അത് എണ്ണ കല്ലിലെല്ലാ ഭാഗത്തും ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് പൂജ നടത്തുന്ന പോലെ എന്നാ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അതങ്ങനെയാണ്. അതിൻ്റെ ഒരു എണ്ണ നമുക്ക് കല്ലിൻ്റെ 4 ഭാഗത്തും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയത്തെ ഐറ്റംസാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അതിലാണ് നിങ്ങൾ ഞെട്ടുക. കാരണം അതിൽ ഇത്തിരി കുരുമുളകും കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മളെ ഐറ്റംസ് ശരിയായ രീതിയിൽ നോക്കേണ്ടത്. അത്യാവശ്യത്തിന് നമ്മൾ പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുരുമുളക് ഇട്ടിട്ടുള്ള ഒരു ഇതാണ്. അത് ശരിക്ക് ചില ആൾക്കാരത് മീൻ വറുത്തെടുക്കുമ്പോൾ കുരുമുളകൊന്നും ഇടില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പെഷ്യൽ ഐറ്റംസാണ്. അപ്പോൾ ഇത്തിരി കുരുമുളക് ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുരുമുളകല്ല, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ പറമ്പത്ത് നിന്ന് ഉണ്ടാക്കി നമ്മൾ പൊടിച്ചെടുത്ത് നമ്മൾ വിതറുന്നത് ഈ കുരുമുളക് വളരെ നല്ലത്. അപ്പോൾ ഇനി അടുത്ത ഐറ്റംസാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. നോക്കണം, വെളിച്ചെണ്ണ ശരീരത്തിലാവാതെ ഇരിക്കാനും ഒക്കെ ഈ സമയത്താണ് ശ്രദ്ധിക്കുന്നത്. കണ്ട നിങ്ങൾക്ക് സംഭവം മനസ്സിലായി? അതെങ്ങനെയാണ് മറിച്ചെടുത്തതെന്ന്? നിങ്ങൾ ചെയ്യുന്ന പോലെ അത് സ്പൂണെടുത്ത് ഒന്നെടുത്ത് മറിച്ചിട്ട് 2 എടുത്ത് മറിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. ഇത് ഒറ്റ പരിപാടിയേ ഉള്ളൂ. ഒന്ന് പൊന്തിക്കുക, ഒന്ന് മറിച്ചിടുക. നിങ്ങൾ ഈ സ്റ്റാർ ഹോട്ടലിലെല്ലാം കാണില്ലേ, അപ്പോൾ അത് പോലെയാണ്. അത് കൂടുതൽ നമ്മൾ അത് എടുത്തിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടിക്കൊന്നും പോകണ്ട. കണ്ടിട്ട് അത് മനസ്സിലാക്കുക. എൻ്റെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ചെയ്യാം. അല്ലാണ്ട് അത് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് അതാവാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട്
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനും അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി എടുത്ത് അതും കഴിച്ച് നമുക്ക് ചോറ് കഴിക്കാം. ഓക്കെ.